രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ? ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ജന്മം നമ്മൾ എവിടെയോ ജീവിച്ചു മരിച്ച്, അത് കഴിഞ്ഞുള്ള ജീവിതമാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. പുനർജന്മത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചിലർ പണക്കാരായി ജനിക്കുന്നു, ചിലർ ഭിക്ഷക്കാര്, ചിലർ രോഗികള്, ചിലർ കുഞ്ഞിലേ മരിക്കുന്നു, ചിലരാകട്ടെ 100 വയസ്സ് വരെ ജീവിക്കുന്നു, ചില കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാരക രോഗങ്ങൾ വരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമാണെങ്കിൽ ദൈവം നിഷ്പക്ഷനല്ല എന്ന് പറയേണ്ടി വരത്തില്ലേ? ദൈവം നിഷ്പക്ഷനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കുറെ പേരെ പണക്കാരും കുറെ പേരെ പാവപ്പെട്ടവരും കുറച്ചു പേര് രോഗികളും കുറെ പേര് കടത്തിണ്ണയിൽ കിടക്കുന്നു, കുറെ പേര് AC-യിൽ കിടക്കുന്നു? അപ്പൊ ദൈവം നിഷ്പക്ഷനല്ല എന്ന് പറയേണ്ടി വരുമല്ലോ. ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിലോ ഏത് ജനിതക മാറ്റം കൊണ്ടാണ് ചിലര് പണക്കാരും ചിലര് പാവപ്പെട്ടവരുമായി ജനിക്കേണ്ടത് എന്ന് പറയേണ്ടി വരും. ചിലര് പറയും ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണെന്ന്. അങ്ങനെ പരീക്ഷിക്കാനാണെങ്കിൽ ദൈവം കഷ്ടപ്പാടുകൾ വന്നാൽ നമ്മൾ വിട്ടുമാറുമോ എന്ന് പരീക്ഷിക്കാൻ നമ്മളെ തന്നെ തിരഞ്ഞെടുത്തതിന് അതിന് സച്ചിൻ ടെണ്ടുൽക്കറെ തിരഞ്ഞെടുത്തുകൂടായിരുന്നോ? മോഹൻലാലിനെ തിരഞ്ഞെടുത്തുകൂടായിരുന്നോ? അപ്പൊ ഉത്തരം അതല്ല. ദൈവത്തിന് ഇതിലൊന്നും കാര്യമില്ല. കഴിഞ്ഞ ജന്മം നിങ്ങൾ എന്ത് ചെയ്തോ അതിന്റെ തുടർച്ചയാണ് അടുത്ത ജന്മം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ജന്മത്തിൽ ഒരു ഗോവിന്ദസ്വാമി ഒരു കുറ്റവാളിയാണ്. അയാൾ അടുത്ത ജന്മം ഏതെങ്കിലും ഭിക്ഷക്കാരുടെ ആരെങ്കിലും മകനായി ജനിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കൊച്ചു കുട്ടിയായിരുന്ന് വിശക്കുന്നേന്നും പറഞ്ഞ് കരയും. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അയ്യോ, ആ കൊച്ചു കുഞ്ഞ് എന്ത് ചെയ്തിട്ടാ കരയുന്നത്? അവൻ കൊച്ചു കുഞ്ഞായത് ഇപ്പോഴാണ്. അവന്റെ ആത്മാവ് വളരെ വലുതാണ്. അവൻ ചെയ്തതിന്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അതിന്റെ യഥാർത്ഥ ചോദ്യം ഇതാണ്, മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ടോ? അതവിടെ നിൽക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും പൂർണ്ണ ആനന്ദത്തോടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ദിവസം നിങ്ങൾ പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് നടക്ക്, തുള്ളിച്ചാടി നടക്ക്, ആട്ടിച്ചു പൊളിച്ചു നടക്ക്. കാരണം മരിച്ചു കഴിഞ്ഞുള്ള കാര്യം അവിടെ കിടക്കട്ടെ. ഇപ്പം ജീവിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആട്ടിച്ചു പൊളിച്ച് ആനന്ദത്തോടെ നമുക്ക് ജീവിക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.